നമുക്കൊന്ന് അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. ചപ്പാത്തിക്കൊക്കെ പറ്റുമേ. ഇതുപോലെ നമ്മുടെ സവാള വേണം, ചെറുനാരങ്ങ വേണം, പച്ചമുളക് വേണം, നാളികേരം വേണം, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണയിലേക്കാണ് വെളിച്ചെണ്ണ നല്ലോണം ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ നാളികേരം ഇട്ടു. അപ്പോൾ ഒട്ടും മടി പിടിക്കാണ്ട് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാളികേരം. ഇനിയിപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് വളരെ മീഡിയം തീയിലിട്ട് വളർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. മൂപ്പിക്കുകയല്ല, അങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അത് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നാളികേരം ഇടുകയാണ് ചെയ്യുക. കുറഞ്ഞ തീയിൽ കിടന്നിട്ട് അതിങ്ങനെ എന്താ പറയുക, നല്ല മൂത്ത് വരണം. നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോഴാണ് നമ്മൾ പൊടികൾ ഇടാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ പരുവം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിക്ക് എടുക്കാം, പിന്നെ ചോറിന് കൂട്ടാം. ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാനിതൊരു കാണിക്കാൻ മറന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മൾ തൊലി കളഞ്ഞ് 4ആക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കില്ലേ, സ്ക്വയർ പീസാക്കിയിട്ട്, അങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോക്സിലാക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് ചപ്പാത്തിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചപ്പാത്തിക്ക് പിന്നെ കറി നോക്കണ്ട, ആ ഒരു കറി മതി. ഇവിടെ ചോറിന് ഇഷ്ടമാണ്, പക്ഷേ ചപ്പാത്തിക്കും നല്ലതാണ്, രണ്ടിനും നല്ലതാണ്. ചപ്പാത്തി പൊറോട്ടയ്ക്ക് ഇടുന്നുണ്ടെങ്കിൽ അതിന് കഴിക്കാനും കുട്ടികൾക്ക് നല്ലതായിരിക്കും. കുറേ എരിവിടാണ്ട് ഉണ്ടാക്കണം. കുറേ എരിവിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, കുട്ടികൾക്ക് കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ ഇങ്ങനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ച് നല്ല മൂപ്പാവുമ്പോൾ മാത്രമാണ് അതിൽ പൊടികൾ ആഡ് ചെയ്യണത് കേട്ടോ. പിന്നെ വെള്ളം കൂട്ടി അരയ്ക്കരുത്. ശരിക്കും ആ വെളിച്ചെണ്ണയുടെ ഇതിൽ തന്നെ അരഞ്ഞ് കിട്ടണമെന്നാണ്. ഇനി അഥവാ അങ്ങനെ അരയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കണം, ഒട്ടും പച്ചവെള്ളം ഒഴിക്കരുത്. എനിക്ക് കുഞ്ഞ് കറിഞ്ഞ് ബഹളം ഒഴിച്ചപ്പോൾ ഇതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ടൈം അപ്പോൾ ജാനിനെ കൊണ്ടാണ് ഞാൻ ആ മിക്സിയുടെ തന്നെ ഒഴിപ്പിച്ചത്, വെള്ളം തന്നെ ഒഴിപ്പിച്ചത്. അപ്പോൾ എൻ്റെ കറിക്ക് ചെറിയൊരു കളർ ചേഞ്ച് തോന്നും. പക്ഷേ നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചാൽ നല്ലൊരു ടിപ്പാണ്. നമ്മൾ വറുത്തരകൾ ഉണ്ടാക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കാണ്ട് ചൂടുവെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ ഒരു നല്ല കളർ ഉണ്ടാവുമല്ലോ വറുത്തരകൾക്ക്. അതിനിപ്പോൾ ഞാൻ സൈഡിലുണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുക്കാണ്. കുറുക്ക് റാഗിയുടെ, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, കുഞ്ഞിന് വേണ്ടിയിട്ടല്ല. ഞാനൊരു 1/2 ഗ്ലാസ് റാഗിയുടെ പൗഡർ കുറുക്കി കുടിക്കുകയാണ് ചെയ്യണത് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം. അപ്പോൾ നമുക്ക് വേറെ ഒന്നും വേണമെന്നില്ല, അത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരിത്തിരി ഫില്ലിങ് പോലെ ആവുകയും ചെയ്യും. എന്നാൽ വലിയ ഫുഡ് കഴിച്ചതിൻ്റെ ഒരു ഇത് ശരീരത്തിൽ കാണിക്കില്ല. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനുള്ള ബഹളം ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ അത് അങ്ങോട്ട് വെയിറ്റ് കുറയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വെയിറ്റ് കൂടുക, അങ്ങനത്തെ ഒരു ബോഡിയാണ് എൻ്റെ ബോഡിയുടെ ഇത് അങ്ങനെയാണ്. നമ്മൾ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രോട്ടീൻ കൂടുതൽ വേണമെന്നാണ് വേണ്ടത്. പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കടത്തണം. ഇപ്പോൾ എനിക്ക് കുറച്ച് വയ്യായികളൊക്കെ ഉണ്ട്, അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മുളക് പൊടി ഇട്ടു കേട്ടോ. നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് എരിവ് അതിനനുസരിച്ചുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു 2 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഗരം മസാല, ഇത്രയൊക്കെയാണ് ഞാൻ അതിലിട്ടിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ മൂപ്പിക്കും. അപ്പോൾ കുറഞ്ഞ തീയിൽ കിടക്കണ കാരണം നല്ലോണം പൊടിയൊക്കെ നല്ല മൂത്ത് വരും കേട്ടോ. നമുക്ക് ആ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവും, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ അത് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഇതാക്കാനായിട്ട്, അരയ്ക്കാനായിട്ടിട്ട്. അതുവരെ അരയ്ക്കരുത്. മിക്സിയിൽ ചൂടാറിയതിന് ശേഷം നേരിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സിയിൽ നിന്ന് അരച്ച് കുഴമ്പ് പോലെ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് വറുത്തത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ആ കറി വയ്ക്കാം കേട്ടോ. കറി വയ്ക്കാനുള്ളത് ഉരുളക്കിഴങ്ങും ചിക്കനും പച്ചമുളക്, സവോള, ചെറുനാരങ്ങ, ഇതാണ് നമ്മുടെ ബാലൻസ് ഇരിക്കുന്ന സാധനങ്ങൾ. അതെടുത്തിട്ട് ഇത് മൂത്തതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. ഞാൻ ചപ്പാത്തി ഒന്നും പരത്തി വെച്ചിട്ടില്ല. ചപ്പാത്തി പരത്തി എടുത്ത് വെക്കാമെന്ന് പറയുന്നുണ്ട്. അത് എനിക്കിവിടെ വീട്ടിൽ അത്ര നടപ്പിലാവുന്ന കാര്യമല്ല. കാരണം ചപ്പാത്തി ഒരു ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാവരും. അപ്പോൾ 3 നേരം ചപ്പാത്തിയൊക്കെ വരും ചോറിന് പകരം. അപ്പോൾ അങ്ങനെ ആക്കുന്നതുകൊണ്ട് തന്നെ അപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ചപ്പാത്തി മാത്രമേ എനിക്കിവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇന്നിപ്പോൾ ക്ലാസ്സിൽ പോകാൻ പറ്റിയിട്ടില്ല. കുട്ടികൾക്ക് ഇയർ ബാലൻസ് വന്ന് എനിക്ക് ഛർദിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിടാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇത് അരച്ചത് ഇടുകയാണ് കേട്ടോ. അരയ്ക്കാനുള്ളത് ഇടുകയാണ്. എന്നിട്ട് അതിൽ വേണം നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാനായിട്ട്. നല്ല പോലെ അരയണം കേട്ടോ. വെണ്ണ പോലെ നമ്മൾ പറയില്ല, വെണ്ണ പോലെ അരയണം. അപ്പോഴാണ് അതിൻ്റെ കറിയുടെ ടേസ്റ്റ് വരിക കേട്ടോ. ഇനി ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സബോള, പച്ചമുളക് ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അപ്പോൾ അതിൻ്റെ ഒപ്പം തക്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഇടാം. എൻ്റെ അടുത്ത് തക്കാളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങ എടുത്തു വെച്ചത്. തക്കാളി ഉള്ളവരാണെങ്കിൽ തക്കാളി ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് അരിക്ക് ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് ഇതാക്കി
അതിന് ശേഷം പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അരച്ചത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ. വറുത്തരയുടെ ഒരു എന്താ പറയുക അരപ്പ്. അപ്പോൾ പിന്നെ കുഞ്ഞിനെ എടുത്തിട്ടുള്ളതുകൊണ്ട് ജാനിനോട് വിളിച്ചു. ജാനിനോട് വന്ന് എടുക്കാൻ പറഞ്ഞപ്പോൾ ജാനാണ് എടുത്തിട്ട് എല്ലാം ചെയ്ത് തരണത് കേട്ടോ. അത് ചെയ്ത് തന്ന് ഹെൽപ്പ് ചെയ്യണത് അവനാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട സാധനങ്ങൾ അവനോട് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ഇനി വേണ്ടത് മല്ലിയില വേണമായിരുന്നു കേട്ടോ കറിക്ക്. മല്ലിയില ഇട്ടാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ടാൽ നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ എത്രത്തോളം കളർ കറക്റ്റായിട്ട് കിട്ടണമെന്ന് അറിയില്ല. നല്ല റെഡ് കളർ പോലെയാണ് കറി ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ കളർ ഇതിൽ കാണുമ്പോൾ ലൈറ്റായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല. പിന്നെ വേണ്ടത് മല്ലിയില ഇതുപോലെ ഇടുക. അത് നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിലില്ല, വേണമെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ഇട്ടാൽ മതി. ഇവിടെ അത് വെന്ത് പോയില്ല, അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടാണ്, മോന് കുഴപ്പമില്ല, മോൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മുൻപേ ഇടണത്. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ സോൾട്ട് ഇടാണ് കേട്ടോ. സോൾട്ട് ഇത്ര നേരമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ലാസ്റ്റ് ടൈമിൽ സോൾട്ട് ഇടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യണത് അവനോട് പറയുകയാണ് ചെയ്തോ എനിക്ക് പറ്റുന്നില്ല, കുഞ്ഞിങ്ങനെ കയ്യിൽ കിടന്ന് ഗുസ്തി പിടിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ കണ്ണ് തുറക്കാൻ പറ്റാത്തത്ര വയ്യായില്ല, തലവേദനയുണ്ട്, ഇയർ ബാലൻസിൻ്റെ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ പിന്നെ ജാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ടതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ട് മൂടി വയ്ക്കുക. പിന്നെ നല്ലോണം വെന്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയാൽ മതി. അപ്പോഴത്തേക്കൊക്കെ ഏകദേശം നമുക്ക് കറിയൊക്കെ വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് പോകണമെന്നൊക്കെ നമുക്ക് അപ്പം മനസ്സിലാവും. അപ്പോൾ ഇതാട്ടോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ചെറുനാരങ്ങ നീരാണ് ഇപ്പോൾ അവൻ വീഴ്ത്തണത്. അപ്പോൾ ആ ചെറുനാരങ്ങ നീര് നമുക്ക് എത്രത്തോളം പുളിയാണോ ആവശ്യം അത്രത്തോളം ചെറുനാരങ്ങ നീരാണ് ഒഴിക്കേണ്ടത് കേട്ടോ. നമുക്കങ്ങനെ കുറേ പുളി വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നേരി പുളിക്കുള്ളതാണ് ഇപ്പോൾ ഒഴിച്ചത്. പിന്നെ നല്ലോണം ഇളക്കി അടുപ്പത്ത് നമ്മൾ ഒരു മൂടിക വെച്ച് മൂടിയിട്ട് അവിടെ എടുത്ത് വയ്ക്കുക, അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് നല്ല തിളച്ച് ഗ്രേവി ടൈപ്പ് കുറുകി വരുമ്പോൾ അതിൽ നമുക്ക് കറക്കി ആയിട്ടെടുക്കാം. എങ്ങനെ വേണമെടുക്കാം. ചൂടാറി കഴിയുമ്പോൾ ഒരു ബോക്സിലേക്ക് മാറ്റി വെച്ചാൽ പിന്നെ നാളെ നമുക്കത് ചപ്പാത്തിക്കോ പൂരിക്കോ എന്താ കറിക്കോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിയായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. ഇതുപോലെ ലിഡ് വെച്ച് മൂടി വയ്ക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റൊക്കെ വെന്താൽ മതി. അപ്പോഴത്തേക്ക് ഏകദേശം ആയിക്കോളും. ഇതാണ് കറിയുടെ ഫൈനൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മതിയാവില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. ബൈ ബൈ.